അതിന്റെ ചരിത്രയാത്രയുടെ പരമോന്നതിയിൽ എത്തി നിൽക്കുമ്പോഴും നിലയ്ക്കാത്ത പടക്കുതിരയുടെ ആവേശോജ്വലമായ കുളമ്പടി പോലെ ലോകമെമ്പാടും WMF എന്ന ഈ മൂന്നക്ഷരം കുതിച്ചു പായിക്കുകയാണ്. ചരിത്രങ്ങളും ചരിതങ്ങളും ഇഴമുറിയില്ലാതെ പ്രൗഢഗംഭീരമായി തലയുയർത്തി നിൽക്കുന്ന റോമിന്റെ മണ്ണിൽ വർണ്ണോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങി WMF ഇറ്റലിയിലെ 5ാമത്തെ യൂണിറ്റിന് നിറവിന്റെ 7 തിരികൾ തെളിയിച്ച് WMF മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് ഇന്നലെ തുടക്കം കുറിച്ചു. 166 രാജ്യങ്ങളിലെ വിദേശ മലയാളികളുടെ പ്രശംസ പിടിച്ചുപറ്റിയ WMFന്റെ അമരക്കാരൻ വിദേശ മലയാളികളെ ഒരു കുടക്കീഴിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യമേകിയ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട WMFന്റെ ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നിൽ നിറഞ്ഞ സാന്നിധ്യത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തുടർന്നുള്ള ഔപചാരികമായ ചടങ്ങിന് WMF ഇറ്റലി നാഷണൽ കമ്മിറ്റി കോർഡിനേറ്റർ ശ്രീമതി ആനി അൽഫോൺസ് ആശംസകൾ അറിയിച്ചുകൊണ്ട് ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി. WMF ഇറ്റലി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീമാൻ ജോമോൻ തോമസ് അധ്യക്ഷത വഹിച്ചു. WMF GAEC മെമ്പർ ശ്രീമാൻ ലിജോ ജോസഫ് WMFന്റെ പ്രവർത്തന മേഖലകളെക്കുറിച്ച് വിശദീകരിച്ചു. WMF ഗ്ലോബൽ അഡ്വൈസറി ബോർഡ് മെമ്പർ ശ്രീമതി ശ്രീജ ടോമി അനുമോദനമർപ്പിച്ച ഈ ചടങ്ങിൽ WMF യൂറോപ്യൻ ബിസിനസ് ഫോറം കോർഡിനേറ്റർ ശ്രീമാൻ ബിജു തോമസ് സാന്നിധ്യം കൊണ്ട് ആശംസകൾ അറിയിച്ചു. ഒപ്പം WMF മലയാളം മിഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇറ്റലി മലയാളം മിഷൻ കൺവീനർ ശ്രീമതി ലാലി ജോയ് വിശദീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം നടന്ന കാര്യപരിപാടിയിൽ ലോക കേരള സഭാ അംഗങ്ങളായ ബെന്നി വെട്ടിയാടൻ, ബിനോയ് കരവാലൂർ, എബിൻ തോമസ് എന്നിവരെ ആദരിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് WMF റോം യൂണിറ്റ് കമ്മിറ്റി മെമ്പേഴ്സിനെ സ്വീകരണം നൽകി പരിചയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വർണ്ണമേളങ്ങളാൽ കൊട്ടിക്കയറിയ ഈ പ്രോഗ്രാമിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് WMF ഇറ്റലി നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീമാൻ അജിത് മോഹൻ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാ സുമനസുകൾക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് പ്രോഗ്രാം അതിഗംഭീരമായി അവസാനിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.